Hello, Assalamu alaikum. Welcome back. ഇന്നത്തെ വ്ളോഗ് എൻ്റെ ഫ്രിഡ്ജ് ഓർഗനൈസിങ് പിന്നെ ക്ലീനിങ്ങും എല്ലാം കൂടി ഉള്ളതാണ്. ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് ഈ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന്. ഞാൻ കുറേ പ്രാവശ്യം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതും എന്താ പറയുക അറേഞ്ച് ചെയ്ത് വെക്കുന്നതെല്ലാം കാണിച്ചിന്. പക്ഷേങ്കിൽ ഓർഗനൈസ് ചെയ്തിട്ട് വെക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. കാര്യം ഞാൻ കുറേ അതിന് വിചാരിക്കുന്നു കുറച്ച് ഓർഗനൈസേഴ്സും കുറച്ച് കണ്ടെയ്നേഴ്സെല്ലാം വാങ്ങിയിട്ട് ഫ്രിഡ്ജ് നല്ലോണം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് പൊതുവേ എൻ്റെ ഫ്രിഡ്ജ് ഉണ്ടാവല്. പക്ഷേ ഇങ്ങനെയല്ല, ഇത് ഞാൻ കഴിഞ്ഞ വീക്കിൽ ക്ലീൻ ചെയ്തിട്ടില്ല. കാര്യം കഴിഞ്ഞ വീക്കിൽ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേങ്കിൽ എന്തെല്ലോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ക്ലീനിങ് ഈ ആഴ്ചത്തേക്ക് മാറ്റി. സാധാരണ ഞാൻ ആഴ്ചയിലാണ് ഫ്രിഡ്ജ് ക്ലീൻ ആക്കൽ. പിന്നെ ഡീപ്പ് ക്ലീൻ ചെയ്യൽ മാസത്തിൽ ഒരു പ്രാവശ്യം. ആഴ്ചയിൽ ഇങ്ങനെ ഒന്ന് നീക്കി എല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെക്കും. പിന്നെ മൊത്തം പുറത്തേക്കിട്ട് ഫ്രിഡ്ജിൻ്റെ റാക്കെല്ലാം കഴുകി ക്ലീൻ ആക്കൽ മാസത്തിലൊരു പ്രാവശ്യമുള്ളൂ കേട്ടോ. കാര്യം നമ്മൾ ആഴ്ചക്ക് അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ മാസത്തിൽ എല്ലാം പുറത്തേക്ക് എടുത്ത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരും. അങ്ങനെ വൃത്തിയായിട്ടൊന്നും ആവില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് അത്യാവശ്യം നല്ലോണം കച്ചറുണ്ട്. ഞാൻ പൊതുവേ ഇങ്ങനെ ഫുഡ് ഐറ്റം എല്ലാം ബാക്കി വന്നാലും എല്ലാം ഇങ്ങനെ എന്തെങ്കിലും അടപ്പുള്ള കണ്ടെയ്നർ ആണെങ്കിൽ അതിൽ തന്നെ ഇട്ടിട്ട് വെക്കുക ചെയ്യുക. പിന്നെ ഇപ്രാവശ്യം വെജീസ് എല്ലാം വാങ്ങിയിട്ട് അതൊന്നും കവറിൽ നിന്ന് പൊട്ടിച്ചിട്ടിട്ടും ഇല്ല. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ കവറെല്ലാം റിമൂവ് ആക്കിയിട്ടെല്ലാം വെക്കുന്നതാണ്. ഇത് സംസം വെള്ളമാണ് കേട്ടോ. ആരോ കഴിഞ്ഞ പ്രാവശ്യം കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെന്തിനാ വിനാഗിരി ഫ്രിഡ്ജിൽ വെക്കുന്നതെന്ന്. ഇത് വിനാഗിരി അല്ല, സംസം വെള്ളമാണ്. നമ്മുടെ ഹോളി വാട്ടർ എന്ന് പറയില്ലേ മുസ്ലിംസിൻ്റെ. അപ്പോൾ അത് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും, സൂക്ഷിച്ച് വെക്കും അങ്ങനെ. എന്താ പറയുക, പിന്നെ ഈ ഒരു ഏരിയയിൽ ഞാൻ നമ്മൾ ശർക്കര വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നാട്ടിൽ പോകുന്ന സമയത്ത് ഫംഗസ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതേനു. പിന്നെ ഇത് വിപ്പിംഗ് പൗഡർ ഇതെല്ലാം കുറച്ച് മുന്നേ ഉള്ളതാണ്. ഇതിനൊന്നും ഡേറ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ, അതുകൊണ്ട് അതെല്ലാം ഇനിയിപ്പോൾ കളയണം. പിന്നെ ഇങ്ങനെ ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സ് കണ്ടിട്ട് എനിക്ക് തന്നെ ഓർമ്മയില്ല ഇതിൻ്റെ ഉള്ളിൽ എന്നേനു എന്നുള്ള. പിന്നെ തുറന്ന് നോക്കുമ്പോൾ ഇല്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടാണ് ചെറിയില്ലേ ചെറിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെറിൻ്റെ ലുക്ക് എന്തെങ്ങനെയാണെന്നറിയാം, ആ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ. ഇതൊന്ന് ചൂടുവെള്ളത്തിലിട്ടാൽ ഷുഗർ സിറപ്പാക്കിയിട്ട് കുറച്ച് പഞ്ചസാരയും വെള്ളമിട്ട് തിളപ്പിച്ചിട്ട് ചെറിയ അതിലേക്ക് ഇട്ടാൽ സാധാരണ നമ്മളെ ബേക്കറിയിലും ഭരണിയിലും ഉണ്ടാവില്ലേ ആ ചെറി പോലെ ആവട്ടാ. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി വാങ്ങിയിട്ട്. പിന്നെ ഫ്രീസറിലുള്ള സാധനങ്ങളും എല്ലാം ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തേങ്ങ കളയുന്ന കണ്ടിട്ട് നാട്ടിൽ നിന്ന് വന്ന് ചെയ്ത ആ വീഡിയോയിൽ തേങ്ങ കളയുന്ന കണ്ടിട്ട് കമൻ്റ് ആക്കിനു കുറച്ചാൾ തേങ്ങ ഒരു വർഷം വരെയല്ല നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാമെന്ന്. അതെനിക്ക് അറിയില്ലേനു കേട്ടോ. നമ്മൾ മാക്സിമം പോയ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം വരെ വെക്കും. അതിൻ്റെ അപ്പുറത്ത് ഇതുവരെ വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കളഞ്ഞ്. ഇനി ഫ്രിഡ്ജിൽ ഓരോ റാക്കും എടുത്തിട്ട് ഇതുപോലെ പ്ലേറ്റ് എന്ന ലിക്വിഡ് തന്നെ വെച്ചിട്ടാണ് ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കഴുകി തുടച്ച് ഉണക്കിയെടുക്കും. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളും എല്ലാം ഇതേപോലെ തന്നെ സാധാരണ നമ്മൾ ക്ലീനിങ് ടവൽ വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ആക്കൽ കേട്ടോ. സ്ക്രബ്ബർ യൂസ് ആക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ആക്കും. ഫ്രിഡ്ജിലധികം സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് ഞാൻ കേട്ടിന് കേട്ടോ. പിന്നെ ഈ ഐസ് ട്രേ എല്ലാം ഞാൻ എപ്പോഴെങ്കിലും മാത്രമേ ക്ലീൻ ചെയ്യലുള്ളൂ കേട്ടോ. കാര്യം ഇതൊന്നും അങ്ങനെ വൃത്തികേടാവുന്നില്ലല്ലോ.
പിന്നെ കമൻറ്റിൽ കുറച്ചാൾ ചോദിച്ചിട്ടുള്ളതാണ് ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്യാനുള്ള ടിപ്സ് ഒന്ന് പറയണേ ആ വീഡിയോ ചെയ്യുമ്പോൾ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ടിപ്പ് അറിയില്ല. പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇതേപോലത്തെ ഏരിയാസെല്ലാം ഉണ്ടാവില്ലേ, ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിലുള്ള ഏരിയാസെല്ലാം ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ക്ലീനാക്കും, ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ട് ക്ലീനാക്കും. പക്ഷേങ്കിൽ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അങ്ങനെ വല്ലാണ്ടങ്ങ് വലിച്ചെടുക്കാൻ പാടില്ല. പിന്നെ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആവട്ടാ, അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മൾ എയർ നിൽക്കില്ല, എയർ പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കര പ്രഷർ കൊടുത്തിട്ടൊന്നും അങ്ങനെ ക്ലീൻ ആക്കരുത്. പിന്നെ ഈ സ്ഥലം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ആടെ ഭയങ്കര സ്റ്റെയിൻ ആവും, കറ പോലെ ആവും. അതുകൊണ്ട് 1-2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ആക്കുക. ഇതിൻ്റെ ഉള്ളിലെ ഫ്രിഡ്ജിൻ്റെ പുറത്തുനിന്നുള്ള കച്ചറയും ഉണ്ടാവും, ഉള്ളിൽ നിന്നുള്ളതും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. കാര്യം ഫ്രിഡ്ജ് ക്ലോസ് ചെയ്യുന്ന സ്ഥലത്തല്ലേ ഈ ഒരു എന്താ പറയുക ഏരിയ വരുന്നത്. അതുകൊണ്ട് അങ്ങനെ നല്ല സ്റ്റെയിൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തിട്ടാ, അല്ലെങ്കിൽ എന്തെങ്കിലും ജിഫ് പോലത്തെ എന്തെങ്കിലും ലിക്വിഡ് ഉണ്ടാവുമല്ലോ, അതെങ്ങാനും വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അവിടെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. അങ്ങനെ ക്ലീനിങ് കംപ്ലീറ്റ് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്ലീനിങ് എല്ലാവർക്കും കുറച്ചൊരു മടിയുള്ള കാര്യമായിരിക്കില്ല, അങ്ങനെ തന്നെ എനിക്കും. പക്ഷേ ഫ്രിഡ്ജ് ക്ലീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇനിയിപ്പോൾ എല്ലാം കണ്ടെയ്നേഴ്സിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കലാണ്. ഞാൻ ഫ്രൂട്ട്സ് പൊതുവേ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴെ പുള്ളി ചെയ്യുന്ന ഒരു ഷെൽഫില്ലേ, ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കുന്നത്, അപ്പോൾ അതിലാണ് ഞാൻ ഫ്രൂട്ട്സും വെജീസും രണ്ടും ഒക്കെ ഇട്ട് വെക്കൽ. ഞാൻ ആദ്യമേ വിചാരിക്കുന്ന ആ ഫ്രൂട്ട്സിനായിട്ട് വേറൊരു കണ്ടെയ്നർ വെക്കണമെന്ന്. കാര്യം എല്ലാം ഒക്കെ ഇടുമ്പോൾ ഇല്ലേ, ഓറഞ്ച് ആയാലും ചിലതുണ്ടാവില്ലേ ഭയങ്കര ഫ്ലഷി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടാവില്ലേ ചീഞ്ഞു പോകുന്നത്, അപ്പോൾ അതെല്ലാം പെട്ടെന്ന് ചീഞ്ഞു പോകലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഫ്രഷായിട്ട് കുറച്ചും കൂടി ദിവസം വെക്കാൻ പറ്റും. പിന്നെ ഇപ്പം ഞാൻ കുറച്ചായിട്ട് മുട്ട ഇതേപോലെ 2 ട്രേയിൽ വരുന്നതാണ് ഞാൻ വാങ്ങൽ. കാര്യം ഇതിനാകുമ്പോൾ ഓഫറായിട്ട് കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടും. മുട്ട നമുക്ക് എന്തായാലും എപ്പോഴും വേണ്ടുന്നതല്ലേ, അപ്പോൾ കുറച്ചധികം വാങ്ങി വെച്ചാലും കുറേ ദിവസം നമുക്ക് യൂസ് ആക്കുകയും ചെയ്യാം, റേറ്റും കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മുട്ട ഞാൻ പിന്നെ ഒരു കാര്യം, മുട്ട ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കുന്ന സമയത്ത് എനിക്ക് ഒരാൾ കമൻ്റ് ആക്കി തന്നിട്ടുണ്ടേനു, ഇങ്ങനെ വെക്കാൻ പാടില്ല, ഇതാകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ മാറിക്കൊണ്ടേ ഇരിക്കുമല്ലോ, അന്നേരം അത് അങ്ങനെ ഉള്ള മുട്ട മോശമാണ് എന്ന്. അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പോഴും ഡോറിൽ മുട്ട വെക്കലുണ്ട്, നല്ലതാണോ എന്നറിയില്ല. പിന്നെ ഈ ഒരു കണ്ടെയ്നർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്, ഇങ്ങനെ ഹാൻഡിൽ വരുന്ന കണ്ടാ, എനിക്ക് എന്താണെന്നറിയില്ല, ഇത് നല്ല ഇഷ്ടമായിന് കേട്ടോ. പക്ഷേ ഇത് ഞാൻ വാങ്ങാൻ പോയ ഷോപ്പിൽ വെറും 2 പീസേനും ഉണ്ടായിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഹെർബ്സിനും പച്ചമുളകിനും കൂടിയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. ഇതിൽ ഞാൻ കിച്ചൺ ടവൽ അണ്ടിയിൽ കഴിഞ്ഞിട്ടേനോട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ സാധാരണ നമ്മളെ ഫേഷ്യൽ ടിഷ്യൂ ഇല്ലേ, അതാണ് കേട്ടോ അടിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇത് ഇങ്ങനെ അടിയിൽ വെച്ച് കൊടുക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാനൊന്നും ആദ്യം ഏതിലോ വീഡിയോസിൽ കണ്ടറിഞ്ഞ് ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. പിന്നെ അടിയിൽ ടിഷ്യൂ വെച്ചിട്ട് ഇതേപോലെ പച്ചമുളകും മല്ലിയിലയെല്ലാം വെച്ച് വെക്കുമ്പോൾ കുറച്ചും കൂടി എന്തായാലും ഉറപ്പായിട്ടും ലോങ് ലാസ്റ്റ് ചെയ്യുന്നുള്ള എനിക്ക് മനസ്സിലായിട്ടാണ്. പിന്നെ പച്ചമുളകിൻ്റെ ഇങ്ങനെ ഞെട്ട് കളഞ്ഞിട്ട് വെക്കുക, അതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് വെക്കുമല്ലോ, എന്തായാലും കേടായിപ്പോവും. പിന്നെ വെജീസൊന്നും ഞാൻ കുറേ ഒന്നും അങ്ങനെ വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്യില്ല കേട്ടോ, ഒരാഴ്ചത്തേക്കുള്ള, അല്ലെങ്കിൽ മാക്സിമം ഒരു 7-8 ദിവസം ഇത്രയും വെക്കലുള്ളൂ.
പിന്നെ ഈ ഹെർബ്സ് പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഒരു സ്പെഷ്യൽ ബോട്ടിലുണ്ട്. അത് എനിക്ക് ആമസോണിലെല്ലാം കിട്ടും കേട്ടോ. ഞാൻ എടുത്ത് ഓൺലൈനിൽ നോക്കുമ്പോൾ ഭയങ്കര റേറ്റ്, അതുകൊണ്ട് എനിക്ക് വാങ്ങാൻ തോന്നിയിട്ടില്ല. ഞാൻ പിക്ചറിൻ്റെ സൈഡിൽ കൊടുക്കാം. നല്ല നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അടിയിൽ വെള്ളമെല്ലാം ഒഴിച്ചിട്ട് വെക്കുന്ന ഹെർബ്സ് പ്രിസർവേറ്റീവ് കണ്ടെയ്നറിന് എന്തെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഇതാ ഇങ്ങനത്തെ വേറൊരു സെറ്റ് കണ്ടെയ്നർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് നാട്ടിലെ ഒരു 250 രൂപ അങ്ങനെയാണ്. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. ട്രാൻസ്പെറൻറ്റുമാണ്, എന്നാൽ ഭയങ്കര ക്ലിയർ ഉള്ളതുമല്ല. നല്ല കിഡ്സിൻ്റെ പോലത്തെ ഒരു പ്രിൻ്റെല്ലാം വന്നിട്ട് ഇങ്ങനെ വരുന്ന സെറ്റ് കണ്ടെയ്നേഴ്സിൽ എന്തായാലും മിക്കവാറും 5 എണ്ണം ഉണ്ടാവുക. ഇതുപോലെ 5 ബോക്സസ് ഉണ്ടാവുക. ഞാനിത് ഒന്ന് കഴുകി തുടച്ചിട്ട് ബട്ടർ എൻ്റെ കയ്യിലുള്ള ബട്ടറിന് ഏതാ സൈസ് ഓക്കെ ആയെന്നുള്ളത് നോക്കിയൊന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബട്ടർ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുന്ന, ഇങ്ങനെ ബട്ടർ കട്ട് ചെയ്തിട്ട് വെച്ചാലില്ല നമുക്ക് എടുക്കുമ്പോൾ ഈസി ആയിരിക്കും. പിന്നെ ഞാനൊരു DIY ഹാക്ക് വീഡിയോയിൽ എന്താ പറയുക, ബട്ടർ കൈ തൊടാണ്ട് കട്ട് ചെയ്യേണ്ട ഒരു മെത്തേഡ് കണ്ടിന്. അതുപോലെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇത് നോർമൽ സാൻഡ്വിച്ച് പേപ്പറാണ് കേട്ടോ. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാൻ കേക്കിൻ്റെ അടിയിൽ വെക്കാനും എല്ലാത്തിനും ഈ സാൻഡ്വിച്ച് പേപ്പർ യൂസ് ആക്കലുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മൾ പൊരിച്ച കടികളെല്ലാം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഓയിൽ അബ്സോർബ് ചെയ്യാനും എല്ലാത്തിനും ഇത് തന്നെയാണ് യൂസ് ആക്കൽ. ഇതൊരു മസ്റ്റ് ഹാവ് ആയിട്ടാണ് കേട്ടോ നമ്മളെ കിച്ചണിൽ ഈ ഒരു പേപ്പർ. ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നതിൽ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷേങ്കിൽ അടിപൊളിയായിട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ച ആ പേപ്പർ അങ്ങ് കീറിപ്പോകുന്നു. പക്ഷേ ഇല്ല. പക്ഷേ ബട്ടറില്ലേ, ഫ്രീസാക്കിയ ബട്ടറല്ല, റൂം ടെമ്പറേച്ചറിലുള്ള അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചായാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനത്തെ ബട്ടർ ആയിരിക്കണം. സോഫ്റ്റ് ബട്ടർ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മൾ കൈമലൊന്നും ആവാണ്ട് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ എനിക്കൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിലെല്ലാം കമൻ്റ് ആക്കുമ്പോൾ ആ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് ടെലഗ്രാമിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അത് ഞാനല്ല കേട്ടോ. എനിക്ക് ടെലഗ്രാം അക്കൗണ്ടും ഇല്ല. നിങ്ങൾ പേര് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എൻ്റെ DP കൊടുത്തിട്ടുണ്ട്, അത് ഫേക്കാണ്. ഷാമീസ് എന്നിട്ട് എന്തെങ്കിലും നമ്പറെല്ലാം ഉണ്ടാവും. ഷാമീസ് ഓണെന്ന് മാത്രമായിരിക്കില്ല, അത് ഫേക്കാണ്. നിങ്ങൾ ആരും കണ്ടിട്ട് അതിൽ പൈസ അയച്ചു കൊടുക്കാനോ റിപ്ലൈ കൊടുക്കാനോ ടെലഗ്രാമിൽ നിൽക്കണ്ട. കാര്യം എനിക്ക് ടെലഗ്രാമിൽ അക്കൗണ്ട് ഇല്ല കേട്ടോ. നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോ. ആരെല്ലോ പൈസ അയച്ചു കൊടുത്തിന് എന്നെല്ലാം പറഞ്ഞിന്. എന്ത് വിശ്വാസത്തിലാണ് അയച്ചു കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ഞാനല്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ആ പാർട്ടീഷനുള്ള ഗ്ലാസ് ബൗൾ വാങ്ങിയിട്ടില്ലേ, അതിൽ ഇതേപോലെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടലാം. നമ്മൾക്ക് സമയമുള്ള സമയത്തില്ലേ ഇതേപോലെ ചെയ്ത് വെച്ചാൽ കുക്ക് ചെയ്യുന്ന സമയത്തെല്ലാം നല്ല ഈസി ആയിട്ട് തോന്നും. ഞാനിപ്പോൾ കുറേയൊന്നുമില്ല, ജസ്റ്റ് ഒരാഴ്ചത്തേക്കുള്ളത് അങ്ങനെ മതി. കുറേയൊന്നും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ, ഞാൻ പ്രത്യേകിച്ചിട്ട് ഇതേപോലെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് തിരക്കിട്ടിട്ടായിരിക്കും വന്നിട്ട് കുക്ക് ചെയ്യുന്നുണ്ടാവുക. അന്നേരം ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം തൊലി കളയാനൊക്കെ ഭയങ്കര പാടായിട്ട് തോന്നും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് അതെല്ലാം ഭയങ്കര ഈസി ആവട്ടാ. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര മടിയില്ല ആ ചെറിയ ഉള്ളിൻ്റെ തൊലി കളയാണ്. അതുകൊണ്ട് ഞാനത് യൂസ് ആക്കൽ തന്നെ ഇല്ല. അങ്ങനെ സമയമുള്ള നേരത്തെ അങ്ങനെ ചെയ്ത് വെച്ചാൽ പിന്നെ ഈസിയാവും. പിന്നെ ഇപ്രാവശ്യം ഞാൻ കറിവേപ്പില വാങ്ങാൻ മറന്നു പോയിന്. അതുകൊണ്ട് കറിവേപ്പില കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊന്നും കഴുകരുത്. കാര്യം അത് പിന്നെ വെറ്റാവുമ്പോൾ പെട്ടെന്ന് കേടായിപ്പോവും. അതുകൊണ്ട് തൊലി കളഞ്ഞിട്ട് കഴുകാണ്ട് ഇട്ട് വെച്ചാൽ മതി. നമ്മൾ യൂസ് ആക്കുന്ന സമയത്ത് കഴുകിയാൽ മതി. ഇനിയിതിപ്പോൾ ഇതെല്ലാം ഫ്രിഡ്ജിലേക്ക് വെക്കല. ഇത് വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ആക്കുന്നത് നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ള എല്ലാം നോക്കി അതിൻ്റെതായ സ്ഥാനത്ത് വെച്ചാൽ മതി.
പിന്നെ ഞാൻ ഈ ഐസ്ക്രീം അങ്ങനത്തെ ഒന്നും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വാങ്ങിയിട്ട് സ്റ്റോക്ക് വെക്കലില്ല കേട്ടോ. പിന്നെ ഇത് ഇടയ്ക്ക് വാങ്ങലുണ്ട്, വാനില കസ്റ്റേർഡാണ് കേട്ടോ. ഇത് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതാകുമ്പോൾ ഫ്രീസറിൽ വെക്കണ്ടല്ലോ, അത്ര തണുപ്പ് വരില്ലല്ലോ. അങ്ങനെ ഇടയ്ക്ക് തണുപ്പ് പിടിക്കുന്നൊന്നും, തിന്നാൽ തണുപ്പ് പിടിക്കുന്നു എന്നുള്ള പേടിയില്ല. അതുകൊണ്ട് വാനില കസ്റ്റേർഡ് വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്യലുണ്ട്. പിന്നെ ഈ ഒരു ചിൽ സോണിലാണ് ബട്ടറും പിന്നെ പൊതുവേ ഞാൻ ഇതേപോലത്തെ സ്ലൈസ്ഡ് ചീസും എല്ലാം വെക്കൽ. അധികം വേണ്ടാത്ത ഐറ്റംസ് എല്ലാം ഇതിൽ വെക്കലുണ്ട്. പിന്നെ ഇല്ലേ, ഞാൻ തക്കാളി വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഇപ്പം വെജീസ് മാത്രമാണ് കേട്ടോ ഇടുന്നത്. ആദ്യമാണെങ്കിൽ ഫ്രൂട്ട്സും വെജീസും രണ്ടും ഇടൽ മൊത്തത്തിൽ മിക്സ് ആയിട്ടേനും ഉണ്ടാവൽ. ഇപ്പോൾ തക്കാളി വെജീസിൻ്റെ ഇടയ്ക്കായാലും പെട്ടെന്ന് ചീഞ്ഞു പോകുമല്ലോ, അതുകൊണ്ട് അതിന് വേറൊരു ബോക്സ് വെച്ച് കൊടുത്തിന് കേട്ടോ. എന്നാൽ പിന്നെ തക്കാളി എങ്ങനെ കേടാവില്ല. എനിക്ക് അധികം പറ്റുന്ന പ്രശ്നമാണ് തക്കാളി എല്ലാത്തിൻ്റെ അടിയിലായി പോയിട്ട് കേടായിപ്പോവും, കളയേണ്ട വരലുണ്ട്. പിന്നെ ബാക്കിയുള്ള തൈര്, ഈത്തപ്പഴവും ഞാൻ ഫ്രിഡ്ജിൽ വെക്കലുണ്ട്. ആവശ്യത്തിനുള്ള മാത്രം കുറച്ചെടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കും. എന്താണെന്ന് പറഞ്ഞാൽ പുറത്ത് വെച്ചാൽ ചിലപ്പോൾ ഈത്തപ്പഴത്തിൽ ഒരു കറുത്ത പൊടി വരും, അങ്ങനെ കേടാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ ആ പ്രശ്നമില്ല. പിന്നെ ബാക്കി വരുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം ഇതുപോലെ കണ്ടെയ്നറിലാക്കി വെച്ചാൽ നല്ല നീറ്റ് ഉണ്ടാവും. പക്ഷേങ്കിൽ വേറെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സ്പേസ് കുറവുള്ള ഫ്രിഡ്ജാണെങ്കിൽ കണ്ടെയ്നേഴ്സ് അധികം വെക്കാൻ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സിപ്പ് ലോക്ക് കവറിൽ ആക്കി വെച്ചാൽ മതി. അതുമല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന സിപ്പ് ലോക്ക് കവറെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഓൺലൈനിലെല്ലാം അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിയിട്ട് വെച്ചാലും നല്ല നീറ്റിൽ സ്ഥലത്തോടു കൂടി നമുക്ക് വെക്കാൻ പറ്റും. അങ്ങനെ ഫ്രിഡ്ജിൽ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫ്രീസറിൽ സാധാരണ പോലെ തന്നെ കുറച്ച് മീനും ചിക്കനും എല്ലാം ഉണ്ടാവും. ഇത് ഞാൻ കുറേ മുന്നേ തന്നെ ഫ്രീസറിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയ 1-2 ബോക്സസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഫ്രോസൺ ഐറ്റംസ് ഞാൻ അധികം വാങ്ങലില്ല. ഞാൻ വാങ്ങുന്ന സോസേജ് വാങ്ങലുണ്ട്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങലുണ്ട്. ഇനിയിപ്പോൾ കുറച്ചായിട്ട് വാങ്ങലില്ല, കാര്യം ഓയിൽ കുറേ കുടിക്കുന്ന പോലെ തോന്നും എനിക്ക് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങുമ്പോൾ. പിന്നെ എന്നാ അങ്ങനെ ഇത്രയെല്ലാം തന്നെ ഫ്രീസറിലുള്ളൂ. പിന്നെ തേങ്ങ ഉണ്ടാവും, പനീർ, വിപ്പിംഗ് ക്രീം, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവും. അങ്ങനെ ഫ്രീസറിൻ്റെത് പെട്ടെന്ന് കഴിഞ്ഞിന്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് വെച്ചത്. പിന്നെ 1-2 ഐറ്റംസ് എനിക്ക് നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ട് ആ ഹെർബ്സിൻ്റെ ബോക്സും പിന്നെ വേറെയും 1-2 ഐറ്റംസ് ഞാൻ വിചാരിച്ച പോലത്തെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ച്. ശരിക്കും ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് നോക്കുമ്പോൾ അതിന് മുന്നത്തേതായിട്ട് നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ എൻ്റെ മനസ്സിനും നല്ല സമാധാനമുണ്ട്. പിന്നെ ഞാൻ ഫ്രിഡ്ജിൻ്റെ പുറത്തേക്ക് കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് 1-2 ഷോപ്പിൽ പോയ സമയത്ത് നോക്കിനേനു. പക്ഷേ ഏടെയും നല്ല ഫ്രിഡ്ജ് മാഗ്നറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ കിട്ടിയതിൽ 2 സ്മൈലി പോലത്തെ സംഭവം കിട്ടീന്. വേറെ ഒന്നും എനിക്ക് പിടിച്ച ഭയങ്കര ഡാർക്ക് കളറ് അങ്ങനെയെല്ലാം എന്തോ ഇഷ്ടമാകുന്നില്ല.
പിന്നെ ഒരു സംഭവം, ഇങ്ങനത്തെ ചെറിയ നോട്ട് പാഡ് ഉണ്ടാവില്ലേ, ഇത് നമുക്ക് വേണമെങ്കിൽ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കാം, പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഗ്രോസറി തീർന്ന സാധനങ്ങൾ എഴുതി വെക്കാം. അങ്ങനെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ മേലിൽ ഇങ്ങനെ ഞാൻ നോട്ട് പാഡ് വാങ്ങാൻ പോയി. പക്ഷെങ്കിൽ അടിയിൽ മാഗ്നറ്റ് ഉള്ളതുണ്ടേനു, പക്ഷെങ്കിൽ അത് എനിക്ക് ഇഷ്ടമായിട്ടില്ല. പിന്നെ ഞാൻ മാഗ്നറ്റ് ഇല്ലാത്ത എന്നെ ഒന്ന് നോക്കിയെടുത്ത്, കാര്യം ഇതിൻ്റെ ഒക്കെ പെന്നും വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി, ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടാ. പിന്നെ ഞാൻ ഓൺലൈനിൽ ഫ്രിഡ്ജ് മാഗ്നറ്റ് നോക്കിയിട്ടുണ്ട്. ഈ രണ്ട് മാഗ്നറ്റ് ഞാൻ വിചാരിച്ച പോലത്തെ അല്ല, എനിക്ക് ഇങ്ങനത്തെ അല്ലേനു വേണ്ടേ. പിന്നെ ഞാൻ ഓൺലൈനിൽ ഇൻഷാ അല്ലാ ഓർഡർ ചെയ്യണം. ആ സമയത്ത് ഏത് ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തതെന്ന് ഞാൻ വന്നാൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ.